ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് കേട്ടോ. നിറം വയ്ക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. ചെമ്പരത്തിപ്പൂവും പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വെറും 2 ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം. കറുത്ത പാടുകൾ മാറാനും മുഖക്കുരു അല്ലെങ്കിൽ ചിക്കൻ പോക്സ് ഉണ്ടായിട്ടുള്ളതിൻ്റെ പാടുകൾ വരെ മാറിക്കിട്ടാൻ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ അതിനെല്ലാം സഹായിക്കും. നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തി പൂവാണ്. അപ്പോൾ ഞാനിത് ചെമ്പരത്തിയുടെ ജെല്ല് സെയിൽ ചെയ്യാറുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഉണക്കി വയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഉണക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തിയുടെ ഇതളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം, എങ്കിലേ നമ്മുടെ ഫേസ് പാക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി എടുക്കുകയെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ഒന്ന് അരച്ചെടുത്തിട്ട് വേറൊന്നും ചേർക്കാതെ അങ്ങനെ തന്നെ അരച്ചെടുത്തിട്ട് മുഖത്ത് തേക്കുന്നത് ഒരുപാട് നല്ലതാണ്. കറുത്ത പാടുകളൊക്കെ ഉള്ളവർ അങ്ങനെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള ചെമ്പരത്തി ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ടില്ല. ഇനി എനിക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ ചെമ്പരത്തിയുടെ പൊടി ഒന്ന് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ചൂടുള്ള തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 5 സ്പൂൺ അരിപ്പൊടിയാണ്. അത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ്, തിരക്ക് കാരണം അത് എടുക്കാൻ വിട്ടുപോയി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 5 സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുക്കുന്ന സമയത്ത് വറുക്കാത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക, ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിയും കരിവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലപോലെ നിറം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർന്നിട്ടില്ല, നമുക്കിനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിപ്പോഴല്ല, ഇതിൻ്റെ ചൂടാറി തണുത്ത ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഫേസ് പാക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്, കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. തണുത്ത സമയം ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ സ്യൂട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. തൈരിന് പകരമായിട്ട് തേൻ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇനി അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ, ഇനി ഇതൊന്നും പറ്റാത്തവർക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഇതിലേക്ക് 1 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല മസാജ് കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈയും കാലും വല്ലാതെ ഇരുണ്ട് കരുവാളിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കൈകാലുകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത് വന്നിട്ടുള്ളതാണ്. ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഇപ്പോൾ നിറം വയ്ക്കാനും മുഖത്തുള്ള പാടുകൾ മാറാനും കരിവാളിപ്പ് മാറാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക.